നമസ്കാരം. ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചൊരു ചോദ്യമാണ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ വഴി എനിക്ക് സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ സ്വന്തം ജില്ലയിൽ ജോലി കിട്ടുമോ എന്നുള്ളത്. അതോ സ്ഥിരമായിട്ട് ജോലി തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കുമോ? സെക്രട്ടേറിയറ്റ് അവിടെയാണല്ലോ, അപ്പൊ സ്ഥിരമായിട്ട് അവിടെ തന്നെ ആയിരിക്കുമോ ജോലി, അതോ നാട്ടിലോട്ട് വരാനുള്ള ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംശയം ദൂരീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ള ഓമന പേരിട്ട് വിളിക്കുന്ന ആ പരീക്ഷ, ഡിഗ്രി ലെവൽ പരീക്ഷ, ഈ പരീക്ഷയ്ക്ക് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെ ഏറെക്കുറെ 6ഓളം തസ്തികയിലോട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതുമായിട്ടുള്ള ഒരു തസ്തിക മാത്രമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതിൽ ഓരോന്നിന്റെയും സാധ്യത, അതായത് എവിടെയാണ് ഓരോ തസ്തികയ്ക്കനുസരിച്ച് ജോലി കിട്ടാന്ന് മനസ്സിലാക്കിയാൽ തന്നെ സ്വന്തം ജില്ലയിൽ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒന്നാമത്തത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്താണ് സെക്രട്ടേറിയറ്റ് ഉള്ളത്. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ അത് ഏത് വകുപ്പിലായാലും, GAD ആവട്ടെ അല്ലെങ്കിൽ ഫിനാൻസ് സെക്രട്ടേറിയറ്റ് ആവട്ടെ, ഏതിലായാലും ഈ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് എന്ന് പറയും, അതായത് നിയമസഭ, ഇതിൽ രണ്ടിലുമാണ് ജോലി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി, അതായത് നമ്മുടെ സർവീസ് കാലയളവ് മുഴുവനായിട്ടും ഇവിടെ തന്നെയായിരിക്കും, തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും. കാരണം ഈ രണ്ട് ഓഫീസുകളും തിരുവനന്തപുരത്താണ് നിലനിൽക്കുന്നത്. നമ്മുടെ സർവീസ് കാലയളവിൽ ഇടയ്ക്ക് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് വർഷം, 5 വർഷം അങ്ങനെ കണ്ടോ, നമുക്ക് ഡെപ്യൂട്ടേഷൻ എടുത്ത് അത് ചില വകുപ്പിൽ നിന്ന് നിശ്ചിത വകുപ്പുകളിലോട്ട് മാത്രമേ ഡെപ്യൂട്ടേഷൻ എടുത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഡെപ്യൂട്ടേഷൻ എടുത്ത് നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിലോട്ട് പോകാനുള്ള അവസരം ഉണ്ടാവാറുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന പോലെ നമുക്ക് മറ്റൊരു ജില്ലയിലോട്ട് ട്രാൻസ്ഫർ ആവുന്ന പരിപാടി ഇതിലില്ല. ഓക്കെ, ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് ആയാലും ഫിനാൻസ് സെക്രട്ടേറിയറ്റ് ആയാലും GAD ആയാലും ഏതായാലും നമ്മുടെ ജോലി തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, PSCയിലോട്ട് നിയമനം നടക്കുന്നതും ഈ പറയുന്ന പരീക്ഷ വഴിയാണ്. അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഹെഡ് ഓഫീസ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്, പട്ടത്താണ്. അപ്പൊ അവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയാണ് ഒന്ന്. അതിനു പുറമെ കേരളത്തിലെ 14 ജില്ലകളിലും നമുക്ക് PSC ഓഫീസുകളുണ്ട്. ഈ ഡിസ്ട്രിക്ട് PSC ഓഫീസുകളിലും ജോലി കിട്ടും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഡിസ്ട്രിക്ട് PSC ഓഫീസുകൾ ജോലി കിട്ടുന്ന സമയത്ത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ജില്ലകളിലോട്ട് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് PSC ഓഫീസിലാണ് ജോലി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ, അതായത് ജില്ലകളിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നതായിരിക്കും. എന്നാൽ സെക്രട്ടേറിയറ്റിന് ആ ഒരു സാധ്യതയില്ല. മൂന്നാമത്തത് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്. നമ്മുടെ നോട്ടിഫിക്കേഷനിലായാൽ പോലും എടുത്തു പറയുന്ന ഒന്നാണ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം എന്ന് ബ്രാക്കറ്റ് ഇട്ടുണ്ടാവും. അപ്പൊ ഇത് ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, എറണാകുളം ജില്ലയിലാണ്, എറണാകുളത്താണ്, AG's ഓഫീസിലാണ്, ഹൈക്കോടതിന്റെ അടുത്താണത്, ആ AG's ഓഫീസിലാണ് ഓക്കെ ഇത് ജോലി ലഭിക്കുക. അപ്പൊ അവിടെ നിന്ന് ട്രാൻസ്ഫറോ കാര്യങ്ങളോ മറ്റൊന്നും ഉണ്ടാവില്ല. മറ്റുള്ള ജില്ലകളിലോട്ടൊന്നും നിയമനം ലഭിക്കില്ല. ഈ പറഞ്ഞ പോലെ ഡെപ്യൂട്ടേഷനോ മറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അതില്ലെങ്കിൽ അതുണ്ടാവില്ല. പിന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നതാണ്. ഇത് കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു വരുന്നത്. ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് വിവിധ ജില്ലകളിൽ, ഓക്കെ, 14 ജില്ലകളിലും ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അപ്പൊ അവിടെയെല്ലാം നമുക്ക് നിയമനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതും ജില്ലകളിൽ നിയമനം ലഭിക്കുന്ന ഒരു തസ്തികയാണ് ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഓഫീസ് ഓഫ് ദി വിജിലൻസ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഓഫീസ് ഓഫ് ദി വിജിലൻസ് ട്രിബ്യൂണൽ എന്ന് പറയുമ്പോൾ നിലവിൽ 2 പ്രധാനപ്പെട്ട ട്രിബ്യൂണൽസ് ആണുള്ളത്. ഒന്ന് തിരുവനന്തപുരത്താണ്, മറ്റൊന്ന് കോഴിക്കോടാണ്. അപ്പോൾ TVM ട്രിവാൻഡ്രത്തും അതുപോലെ തന്നെയാണെങ്കിൽ കോഴിക്കോടും, ഈ 2 ജില്ലകളിലാണെങ്കിൽ ഇതുവഴി ഈ 2 ഓഫീസുകളിലാണ് ഇതുവഴി ജോലി ലഭിക്കാനുള്ള സാധ്യത. അടുത്തത് സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് ഇൻക്വയറി കമ്മീഷൻ ഓഫീസ് എന്ന് പറയും. ഇതും ഈ പറയുന്ന പോലെ സിലക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഓഫീസ് ഉള്ളത്. ഇപ്പോൾ സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷൻ ഓഫീസ് എന്ന് പറയുമ്പോൾ വിജിലൻസുമായി ബന്ധപ്പെട്ടതാണ്. ട്രിവാൻഡ്രത്തുണ്ട്, കോട്ടയത്തുണ്ട്, തൃശ്ശൂരുണ്ട്, മൂവാറ്റുപുഴയുണ്ട്, തലശ്ശേരി, ഇങ്ങനെ സിലക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഓഫീസ് ഉള്ളത്. അവിടെ ആയിരിക്കും ജോലി ലഭിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 6 തസ്തികകളിലോട്ട് നടക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷ, അസിസ്റ്റന്റിന്റെ അല്ലെങ്കിൽ ഓഡിറ്ററിന്റെ പരീക്ഷ, നമ്മളതിനെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ള പരീക്ഷയാക്കി ഓമന പേരിട്ട് വിളിക്കാറുണ്ട്. ആ പരീക്ഷ വഴി ജില്ലകളിൽ നിയമനം ലഭിക്കുന്ന തസ്തികകൾ നോക്കുമ്പോൾ ഒന്ന് PSC വഴി ജില്ലകളിൽ നിയമനം ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് വഴി ജില്ലകളിൽ നിയമനം ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷൻ ഓഫീസ്, ഇതും ചില സിലക്റ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ ഓഫീസുകളുള്ള ഭാഗങ്ങളിൽ മാത്രം, നേരത്തെ പറഞ്ഞ സിറ്റികളിൽ മാത്രം നിയമനം ലഭിക്കാറുണ്ട്. ബാക്കിയെല്ലാം, അതായത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ഓഫ് വിജിലൻസ് ട്രിബ്യൂണൽ ആവട്ടെ, അതുപോലെ തന്നെ ആണെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ആവട്ടെ, ഇതെല്ലാം സിലക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ട്രിവാൻഡ്രത്തും, AG's ഓഫീസ് എറണാകുളത്തും, ഓഫീസ് ഓഫ് വിജിലൻസ് ട്രിബ്യൂണൽ ആണെങ്കിൽ തിരുവനന്തപുരത്തും കോഴിക്കോടുമായിട്ടൊക്കെയാണ് നിയമം ലഭിക്കാറുള്ളത്. അപ്പൊ ഇതാണ് ഈ ഒരു സംശയത്തിനുള്ള മറുപടി. അപ്പോൾ എന്നിരുന്നാലും
പല ഉദ്യോഗാർത്ഥികളും ഓക്കെ ഇത് നമ്മുടെ സ്വന്തം ജില്ലയിൽ ജോലി ലഭിക്കുന്നില്ലെങ്കിൽ പോലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭരണ സിരാ കേന്ദ്രത്തിൽ മന്ത്രിമാരൊക്കെ ജോലി ചെയ്യുന്ന IAS ഉദ്യോഗസ്ഥരൊക്കെ ജോലി ചെയ്യുന്ന ആ ഒരു ഭരണ സിരാ കേന്ദ്രത്തിൽ അതുകൊണ്ട് തന്നെ വളരെയധികം എക്സ്പോഷർ ഉള്ള വളരെ ഗ്ലാമർ ആയിട്ടുള്ള ഒരു തസ്തികയാണ്. ആ ഒരു ജോലിയിൽ പ്രവേശിച്ചാൽ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ജോലിയുടെ ഒരു കാര്യങ്ങൾ അതായത് എക്സ്പോഷറും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സെക്രട്ടേറിയറ്റിന്റെ ID കാർഡ് എന്ന് പറഞ്ഞാൽ അത്രയും വാല്യൂ ഉള്ള പല സ്ഥലങ്ങളിലും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന അതിനൊക്കെ എൻട്രി പെർമിറ്റഡ് ആയിട്ടുള്ള ഒരു ID കാർഡും കൂടിയാണ്. അപ്പോൾ അത്രത്തോളം പ്രധാനപ്പെട്ട നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ID കാർഡും മറ്റുള്ള ഒരു ID കാർഡും തമ്മിൽ അതിന്റെ ടാഗിൽ പോലും വ്യത്യാസമുണ്ട്. ഇതിന് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ എടുത്ത് പറയാണ്. അപ്പൊ അത്രയും എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തതയുള്ള ഒരു ജോലിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ജോലിയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ജോലി കിട്ടുമോ ഇത് നോക്കിയിട്ടല്ല ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത്. അത്രയും നല്ല നിലവാരമുള്ള ഒരു പരീക്ഷയാണ്, നിലവാരമുള്ള തസ്തികയാണ്, എക്സ്പോഷറുള്ള ജോലിയാണ്. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ പരീക്ഷ ഫോക്കസ് ചെയ്ത് പഠിക്കുക. നവംബർ ഡിസംബർ മാസത്തിൽ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ചലഞ്ചർ ആപ്പിൽ ഓൾറെഡി നമ്മൾ ഇതിന്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ആപ്പിന്റെ ഹോം പേജിൽ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന കാർഡ് കൊടുത്തിട്ടുണ്ട്. ആ കാർഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.